യാത്രകൾക്കിടയിലെ സൗഹൃദവും പ്രണയവും കുസൃതികളും പേറി ഇന്നലെ തലസ്ഥാനത്തൊരു KSRTC ബസ് സർവീസ് നടത്തി. KSRTCയുടെ ഓർമ്മ എക്സ്പ്രസിന്റെ യാത്രക്കാരായതാകട്ടെ ഗതാഗത മന്ത്രിയും സിനിമാ താരങ്ങളും. KSRTC ബസ്സിലെ പഴയ ഓർമ്മകളും പുതിയ മാറ്റങ്ങളും പങ്കുവച്ചുള്ള ആ യാത്രയൊന്ന് കണ്ടുവരാം. KSRTCയുടെ റീബ്രാൻഡിംഗിന്റെ ഭാഗമായാണ് ഓർമ്മകളിലേക്കുള്ള ഈ യാത്ര. ഓർമ്മകളിലേക്കുള്ള യാത്രയിൽ ആദ്യ യാത്രക്കാരായി മന്ത്രി KB ഗണേഷ് കുമാറിനൊപ്പം എത്തിയത് സംവിധായകൻ പ്രിയദർശനും നടന്മാരായ മണിയൻ പിള്ള രാജുവും നന്ദുവും. ബസ് യാത്ര തുടങ്ങിയപ്പോൾ എല്ലാവർക്കും KSRTCയിലെ കഴിഞ്ഞ കാലം ഓർമ്മയിലെത്തി. ചെങ്ങന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും. അതേ വണ്ടിയിൽ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അത് അവരെല്ലാം MG കോളേജ്, നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജാണ്. എന്താണ് പറയുന്നത്, ബസ് യാത്ര ഒരു രസം തന്നെയായിരുന്നു ആ കാലത്ത്. ഫുട്ബോളിൽ നിർത്തി ഒരു ഫോട്ടോ എടുക്കാം. പ്രിയൻ പറഞ്ഞപ്പോൾ ഒരു ഐഡിയ ഫുട്ബോളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളെ ഫുട്ബോളിൽ നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ ഫുട്ബോളിൽ നിർത്തി പാട്ട് ഷൂട്ട് ചെയ്തു. വന്ദനത്തിൽ നമ്മുടെ പടത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ട്രാവൽ ചെയ്യുമ്പോൾ കളർ തരുന്ന ഓർമ്മയുണ്ട്. പച്ചയും വെള്ളയും. പഴയ ഫോട്ടോകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷേ ഈ കളർ എക്സാക്റ്റായിട്ട് ആർക്കും കിട്ടുന്നില്ല. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വല്യമ്മ, ഞാൻ ബസ്സിൽ അങ്ങനെയൊക്കെ അല്ല, കൊട്ടാരക്കരയാണ് പഠിക്കുന്നത്. അപ്പോൾ വല്യമ്മയുടെ കൂടെ തിരുവനന്തപുരത്ത് വരും. അമ്മയുടെ ചേച്ചി PR ശ്യാമള നോവലിസ്റ്റായിരുന്നു. ആ വല്യമ്മയുടെ കൂടെ പോത്തങ്കോട് പോകും. വല്യമ്മയുടെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെ. അപ്പോൾ ഈ കുമാരപുരത്തുനിന്ന് ബസ്സിൽ കയറും. ആ ഗണപതി അമ്പലത്തിൻ്റെ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ബസ്സിൽ കയറും. അന്ന് ഈ പച്ച ബസ്സാണ്. പച്ച ബസ്സും അതിനകത്ത് വെള്ള ലൈനുമായിട്ട്. ഇപ്പം ഞങ്ങളത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. KSRTCയിലെ എഞ്ചിനീയർമാർ അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, തിരുവനന്തപുരത്തെ പഴയ സിറ്റി ബസ്സിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ആ പച്ച പെയിൻറ്റും. എല്ലാ ഡ്രൈവർമാരും ഡ്രൈവേഴ്സ് യൂണിയനാണ്, ഒറ്റ യൂണിയനേ ഉള്ളൂ. അച്ഛനാണ് എൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അവർക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ അമ്മയ്ക്ക് അവരെ അടുത്ത് എനിക്ക് ഡ്രൈവറെ ഇഷ്ടമാണ്. പക്ഷേ അമ്മ ഈ കൈയും തലയൊക്കെ പുറത്തിടും വണ്ടിക്കകത്തിരുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, കണ്ടക്ടർ വഴക്ക് പറയുന്നത്. സത്യം പറയട്ടെ, മന്ത്രിയായിട്ട് ഇപ്പോഴും കണ്ടക്ടറെ പേടിയാണ്. ഒരു ഭയം, കണ്ടക്ടറാണെന്ന് ഒരു പേടിയാണ്. ചില പറഞ്ഞില്ല പോലീസ് പറയും. അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിൽ പതിഞ്ഞു പോയ കണ്ടക്ടർ. ഒരിക്കൽ ഇങ്ങനെ ആദ്യം മന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് സീരിയലിൻ്റെ ഷൂട്ടിങ്ങിന് പോകണം. ഇങ്ങനെ മന്ത്രിയാണ്, പക്ഷേ സ്റ്റേറ്റ് കാറിലല്ല, ഇങ്ങനെ സ്വന്തം കാറിൽ. അദ്ദേഹം ഓടിക്കുന്നു, ഞാൻ സൈഡിൽ ഇരിക്കുന്നു. പോയിട്ട് കരമന എത്തുമ്പോഴത്തേക്കും ഒരു KSRTC ബസ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറി. ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറുന്നു, ഭയങ്കര റാഷായിട്ട് കയറുന്നു. വണ്ടി ഒതുക്കി നേരെ ഒതുക്കി അങ്ങോട്ട് നിർത്തി. ഈ ഗ്ലാസ് താത്തിട്ട് ഇങ്ങനെ ഈ ഡ്രൈവറുടെ മുഖം കാണാറുണ്ട്. കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ മന്ത്രി ഒരു കാറിൽ പ്രതീക്ഷിക്കില്ല. എങ്ങോട്ട് പോകണം? അപ്പോൾ ഇട സൈഡിൽ കൂടെ ഉണ്ടോ ഓവർടേക്കുന്നത്? അങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ കിളി പോയി. അങ്ങനെയാണ് ശരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യില്ല. ഒരു 3 മാസം ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. നന്നായിട്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഇടപ്പാളിലും കണ്ടോ ഒന്ന് പോകാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. അതെ, പക്ഷേ ഇതൊരു ലണ്ടൻ്റെ കൾച്ചറാണ്. ഈ നഗരം കാണിക്കാനായിട്ട് ഡബിൾ ടേക്ക് ഓപ്പൺ ആയാസ്, അതൊരു ലണ്ടൻ കൾച്ചറാണ്. KSRTCയിലെ മാറ്റങ്ങളും ഓർമ്മകൾക്കൊപ്പം എത്തി. കാര്യം കൂടെ നോട്ട് ചെയ്തു. ഇപ്പോൾ ആ ബാക്കിലൊരു ബോർഡ് ഒട്ടിച്ചിട്ടില്ലേ, അതായത് ഞാൻ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന നമ്പറിൽ വിളിക്കണമെന്ന്. അതൊരു ആര് നമ്പർ വിളിച്ചാലും ഇമ്മീഡിയറ്റ്ലി എടുക്കുന്ന ഒരു വാട്സാപ്പിൽ ഷൂട്ട് ചെയ്യും. ഈ വണ്ടി റാഷായിട്ട് ഓടിക്കുന്നത് ഷൂട്ട് ചെയ്തിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അങ്ങ് അയച്ചാൽ മതി. അയച്ചു കഴിഞ്ഞാൽ അവരത് ആക്ഷൻ എടുക്കും. അവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ആക്ഷൻ എടുക്കും. KSRTCയുടെ ഒരു പുതിയ തുടക്കമാണ് ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. KSRTCയോട് അകന്നു പോയവർ KSRTCയിൽ ഈ കൊറോണ കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ അകന്നു പോയി. അവരെ KSRTCയിലേക്ക് കൊണ്ടുവരും. അത് നമ്മളെന്താ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഒരു താല്പര്യം വരും. നിങ്ങളൊക്കെ പങ്കെടുത്തു. KSRTC പറ്റിയ നല്ല ആനവണ്ടി, ആ ആനവണ്ടി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സെറ്റപ്പിലാണെന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ പറഞ്ഞിട്ട് കാര്യം. വിളിച്ച് കയറ്റിയിട്ട് മൂട്ട കടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആളുകളെ വിളിച്ച് കയറ്റുമ്പോൾ അവരതിലേക്ക് വരുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല സൗകര്യം കൊടുക്കാനാണ് ഇപ്പം KSRTC നോക്കുന്നത്. പരമാവധി നല്ല വണ്ടികൾ, അങ്ങ് ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന വണ്ടി മുതൽ ഏറ്റവും ഹയർ ക്ലാസ്സിലുള്ള എല്ലാ വണ്ടികളും മാറ്റി. പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും ഓർമ്മകൾ പങ്കുവച്ച് രാജ്ഭവനും അയ്യങ്കാളി പ്രതിമയും മാനവീയം വീതിയും താണ്ടിയാണ് ഓർമ്മകളുടെ യാത്ര നിയമസഭയ്ക്ക് മുന്നിൽ അവസാനിച്ചത്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കേരളത്തിലുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഏജിലുള്ള ജീവിതത്തിൻ്റെ ഭാഗമാണ് ആനവണ്ടി.
ആനവണ്ടി ഇല്ലാതെ ഒന്നും നടക്കില്ല. കേരളം സ്റ്റില്ലായിരുന്നു. പക്ഷേ എസ്പെഷ്യലി തിരുവനന്തപുരം എന്ന് വെച്ചാൽ ഇവിടെ പ്രൈവറ്റ് ബസ് പോലും ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് KSRTC. അത് ഇങ്ങനെ ഭംഗിയായിട്ട് വരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ബസ്സിൽ വീണ്ടും തിരുവനന്തപുരത്തൂടെ പോകാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.